കാണണോ, ഇനിയും അറസ്റ്റ് ചെയ്യുന്നത് കാണണോ, ജാമ്യം റദ്ദാക്കുന്നത് കാണണോ എന്ന് കോടതി ചോദിക്കുകയാണ്. മുതിർന്ന അഭിഭാഷകരെ അദ്ദേഹം അവഹേളിക്കുന്നു. അടിയന്തര സ്വഭാവത്തിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് അതിൽ അനുകൂല വിധി കിട്ടി കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. 4/8 ഓർഡർ ഹൈക്കോടതി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തു. ഇന്നലെ വൈകുന്നേരത്തെ കഥയാണ് കോടതി പറയുന്നത്. 4:45 മജിസ്ട്രേറ്റ് കോടതി റിലീസ് ഉത്തരവ് നൽകി. നിയമത്തിന് അതീതനാണെന്ന് കരുതുന്നുണ്ടോ താങ്കൾ എന്നാണ് ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതി ചോദിക്കുന്നത്. ഇന്നലത്തെ നാടകത്തിന് ഇന്ന് കണക്കിന് കിട്ടുന്നു ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന്. ബോബി ചെമ്മണ്ണൂരിന്റെ സകല PR അഭ്യാസങ്ങളെയും വലിച്ചെടുത്ത് കുടയുകയാണ് കേരള ഹൈക്കോടതി. അദ്ദേഹത്തിന് സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് പോപ്പുലർ ആവാനുള്ള പരിപാടിക്ക് അന്ത്യം കുറിച്ച കോടതി അതിനുശേഷം ജയിൽ തടവുകാരുടെ വിമോചകനായി സ്വയം നുള്ള പരിപാടിയെയും കൂടി കോടതി വലിച്ചെറിയുന്നത് നമ്മളിപ്പോൾ കാണുന്നു. ഇന്നിപ്പോൾ ഭയന്ന് പുറത്തിറങ്ങി പോകുന്ന മാധ്യമങ്ങളോട് പഴയ വീരവാദ ഭാവത്തിൽ വർത്തമാനമൊന്നും പറയാതെ ഭയചകിതനായി പുറത്തേക്കിറങ്ങി ഓടുന്ന ബോബി ചെമ്മണ്ണൂരിനെ നമ്മൾ കണ്ടതാണെങ്കിൽ അതേ ബോബി ചെമ്മണ്ണൂരിനോട് ഷോ വേണ്ട എന്ന് ഇപ്പോൾ കേരള ഹൈക്കോടതി പറയുകയാണ്. പുറത്തിറങ്ങി പോകാൻ പറഞ്ഞാൽ പുറത്തിറങ്ങി പോകണം, അകത്ത് കിടന്ന് അഭ്യാസം കാണിക്കരുത് എന്നാണ് കോടതി ബോബി ചെമ്മണ്ണൂരോട് പറയുന്നത്. അദ്ദേഹത്തിന്റെ അഭിഭാഷകർ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് കോടതി കൂടും മുൻപ് തന്നെ 9:30 മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി കടന്നു കളയുന്നത് നാം കണ്ടു. അപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഇന്നലെ ജയിൽ തടവുകാരായ ആളുകൾ, പുറത്തിറങ്ങാൻ കഴിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വിമോചന പോരാട്ടം തുടങ്ങാൻ പോവുകയാണോ എന്ന് മറ്റു പറഞ്ഞാണ് ഇന്നലെ അദ്ദേഹം പുറത്തിറങ്ങാതിരുന്നത്. അമ്മാതിരി നാടകം വേണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശകാരിക്കുന്നു ഇന്നിപ്പോൾ കേരള ഹൈക്കോടതി. റിമാൻഡ് തടവുകാരെ സംരക്ഷിക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ് എന്ന് ചോദിക്കുകയാണ് കോടതി. ജുഡീഷ്യറിയും ഹൈക്കോടതിയും ഒക്കെ ഇവിടെ ഉണ്ട്, നീതിന്യായ വ്യവസ്ഥ ഇവിടെ ഉണ്ടെന്ന് ഹൈക്കോടതി പറയുന്നു. പരമാവധി വേഗത്തിൽ പുറത്തിറങ്ങി പൊയ്ക്കോണം എന്ന് കോടതി ബോബി ചെമ്മണ്ണൂരിനെ ശകാരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലുമുള്ള കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങുകയാണ്. നിയമ സംവിധാനത്തെ, പോലീസ് സംവിധാനത്തെ, രാജ്യത്തെ നിയമത്തെ സകലത്തിനെയും പരിഹസിച്ചുകൊണ്ട് അഴിഞ്ഞാടാം എന്ന് വിചാരിച്ച ഒരു വ്യവസായ പ്രമുഖനെ നമ്മുടെ നിയമ സംവിധാനങ്ങൾ, കോടതികൾ എങ്ങനെയാണ് ശരിയാവണ്ണം മാതൃകാപരമായി നിയന്ത്രിക്കുന്നത് എന്നതിൻ്റെ കാഴ്ച കൂടിയാണ് ഇന്നിപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ അധിക്ഷേപിക്കൽ ഒരു സ്ഥിരം പരിപാടിയാക്കിയ, അതുവഴി പോപ്പുലാരിറ്റി ഉണ്ടാക്കിയ, സ്ത്രീവിരുദ്ധ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുകയും അതിന് നടുവിൽ നിന്നുകൊണ്ട്, അതിൻ്റെ നായകസ്ഥാനീയനായി നിന്നുകൊണ്ട് പോപ്പുലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളെ നിയമം അകത്തിടുന്നതാണ് കഴിഞ്ഞ ആഴ്ച കണ്ടതെങ്കിൽ അകത്ത് കിടന്നുകൊണ്ട് കൂടുതൽ നാടകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ബോബി ചെമ്മണ്ണൂരിനെ ഇന്നിപ്പോൾ ഹൈക്കോടതി കടുത്ത ഭാഷയിൽ ശകാരിക്കുന്ന കൂടി നമ്മൾ കാണുകയാണ്. MK ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും. ഷുക്കൂറും ബോബി ചെമ്മണ്ണൂരിനെയും അദ്ദേഹത്തിന്റെ അഭിഭാഷകനെയും കോടതി എങ്ങനെയാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്? കോടതി ചേർന്ന ഉടൻ തന്നെ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വളരെ ശക്തമായ ഭാഷയിൽ ബോബി ചെമ്മണ്ണൂരിനെ ശകാരിക്കുന്നതാണ് കണ്ടത്. ഈ കോടതിയെക്കുറിച്ചും അതുപോലെ തന്നെ നിയമ സംവിധാനങ്ങളെ കുറിച്ചും കഥ മെനയുകയാണോ എന്ന് അദ്ദേഹം ചോദിച്ചു. നാടകം കളിക്കരുത്, മറ്റ് തടവുകാരുടെ വക്കാലത്തെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ആരാണ്? അറസ്റ്റ് ചെയ്യാൻ പോലും ഉത്തരവിടാൻ കോടതിക്ക് കഴിയും. കോടതിയെ അപമാനിക്കുകയാണോ? ബോബിക്ക് മുകളിൽ ആരുമില്ല എന്നാണോ അദ്ദേഹം കരുതുന്നത്? അറസ്റ്റ് ചെയ്യുന്നത് കാണണോ? തുടങ്ങി ശക്തമായ ഭാഷയിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ഓപ്പൺ കോടതിയിൽ ബോബി ചെമ്മണ്ണൂരിനെ ശകാരിക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് കാണണോ എന്ന് കൂടി അദ്ദേഹം ചോദിക്കുന്നു. 1 മണിക്ക് മുമ്പ് ജയിലിൽ നിന്ന് പുറത്തു വന്നില്ലെങ്കിൽ ജാമ്യം റദ്ദു ചെയ്യുമെന്ന ഒരു ശാസന കൂടി നൽകി. എന്നാൽ അതിനു മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. എങ്കിലും കോടതിയെ വലിയ തോതിൽ ഇത് പ്രകോപിപ്പിച്ച ഒരു സംഭവമാണെന്ന് വേണം മനസ്സിലാക്കാൻ. വളരെ നേരത്തെ അടിയന്തര സ്വഭാവത്തിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്തു, അത് താൻ നിരസിച്ചു. പിന്നീട് പരമാവധി ചൊവ്വാഴ്ച തന്നെ പരിഗണിച്ചു. അവരെയാണോ ബോബി അവഹേളിക്കുന്നത്? റിലീസ് ചെയ്യാൻ അറിയുമെങ്കിൽ അത് ക്യാൻസൽ ചെയ്യാനും കോടതിക്ക് കഴിയുമെന്ന കടുത്ത ഭാഷയിലാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ ശകാരിച്ചിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂരിനെ ശകാരിക്കുന്നു. അതിന് പക്ഷേ മുമ്പ് തന്നെ ബോബി ചെമ്മണ്ണൂർ പുറത്തിറങ്ങി. ഷുക്കൂർ, ഈ ശകാരം നേരത്തെ മനസ്സിലാക്കിയോ രാമൻപിള്ള? അതുകൊണ്ടാണോ കോടതി ചേരും മുമ്പേ ഇറങ്ങിക്കോളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് റദ്ദ് ചെയ്ത് കളയുമെന്ന മുന്നറിയിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമോ വളരെ വേഗത്തിൽ ബോബി ഇറങ്ങി രക്ഷപ്പെട്ട് കളഞ്ഞത്? തീർച്ചയായും വേണമെങ്കിൽ ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂരിന് ഇറങ്ങാമായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹം പുറത്തിറങ്ങിയില്ലെന്ന് മാത്രമല്ല, പുറത്ത് മറ്റൊരു കഥ പ്രചരിപ്പിക്കാൻ കൂടി അദ്ദേഹം ശ്രമിച്ചു. അത് താൻ ഈ ഒരുപാട് പേർ ജാമ്യം ലഭിച്ചിട്ടും പണമില്ലാത്തത് കൊണ്ട് ജയിലിൽ തുടരുന്നു, അവർക്ക് വേണ്ടി ബോബി ചെമ്മണ്ണൂർ